തക്കാളി ചേച്ചി കൊണ്ടുവന്നിട്ട് അപ്പൊ ഞാൻ എത്ര രൂപയും ചോദിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല തക്കാളിയാണ്, ഉള്ളിലൊക്കെ ഒരു കുത്തുണ്ടല്ലേ, കുഴപ്പമില്ല. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ഐറൺ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മള് എല്ലാവരും, ഞാനും അരുണേട്ടനും തമാലയും മജാവും, ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലാണ്. നമ്മൾ ആദ്യമായിട്ട് കിണർ കുഴിച്ചു കൊടുത്ത ഗ്രാമത്തിന്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പണിക്കൊക്കെ വന്നതാണ്. അതൊക്കെ നമ്മുടെ മലാവി ഡയറി യൂട്യൂബ് ചാനലിൽ വരും. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല ഫ്രഷ് ടൊമാറ്റോ, പൊട്ടറ്റോ ഒക്കെ കണ്ടു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവരെ പാടത്തുനിന്ന് കുറച്ച് പച്ചക്കറി വാങ്ങാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോവല്ലേ അങ്ങോട്ട്. അരുണേട്ടനുണ്ട് കേട്ടോ എൻ്റെ കൂടെ. അരുണേട്ടൻ അത് പാടത്തു കൂടെ പോവാണ്. അവരെ ടൊമാറ്റോ കൃഷിയൊക്കെ കുറച്ച് ദൂരെയായിട്ട് നമുക്ക് കാണിച്ചു തരാം. തമാലയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടം പോലെ കൃഷിയാണ്. ടൊമാറ്റോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കൃഷിയിടത്തിൽ ഇറങ്ങി പറിക്കുന്ന പോലെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പറിക്കാം. പക്ഷെ നമ്മൾ പൈസ എടുക്കും, ഫ്രീ ആയിട്ടൊന്നല്ല. കാരണം നമ്മൾ ഇവരൊക്കെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച് നമ്മളിനെ അന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ടൊമാറ്റോ വേണമെന്നൊക്കെ നമ്മളോട് ചോദിച്ചു കേട്ടോ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ടൊമാറ്റോ വേണം, പക്ഷെ ഞങ്ങൾ പൈസ തരും, ഫ്രീ ആയിട്ടുള്ള വേണം. മജോവയ്ക്കും തമാലയ്ക്കും നമുക്കും ഒക്കെ ഉള്ളത് നമ്മൾ മേടിക്കുന്നുണ്ട്. പൊട്ടറ്റോയും വാങ്ങുന്നുണ്ട്, ടൊമാറ്റോയും വാങ്ങുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ഉപകാരമാകുമല്ലോ. ഉണ്ടോ നല്ല തക്കാളി ഉണ്ടോ ഒക്കെ വിളഞ്ഞ് മൂത്ത് ഉണ്ടോ. ഞാൻ എന്താ അറിയിക്കുക, ഇങ്ങനത്തെ ഒരു പച്ച കളറിലുള്ള തക്കാളിയാണ് വേണ്ടേ. അപ്പം എൻ്റെ അടുത്ത് വീട്ടിൽ കുറച്ച് പഴുത്ത തക്കാളി ഉണ്ട്. പക്ഷെ ഇവിടെ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വാങ്ങണം തോന്നി. കാരണം എന്താ വെച്ചാൽ ഒരു ഇളം മഞ്ഞ കളർ വരുന്ന തക്കാളി വാങ്ങിക്കൊണ്ട് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഈ ചെടിത്തോട്ടത്തിൽ നിന്ന്, പച്ചക്കറി തോട്ടത്തിൽ നിന്ന് നമുക്ക് നല്ലൊരു മഞ്ഞ കളറുള്ള പച്ചത്തക്കാളി മേടിച്ചുകൊണ്ടാവാം. പരനയുടെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് നോക്കുന്നുണ്ട്. തമാലയൊക്കെ അത് അവിടെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഇതാണ് ഐറിഷ് പൊട്ടറ്റോ, അതായത് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പൊട്ടറ്റോൻ്റെ ചെടി നമ്മൾ വീട്ടിൽ കുറച്ച് നട്ടിട്ടുണ്ട്. പക്ഷെ ഇവര് ഒരുപാട് നട്ടുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ചേർന്നിട്ട് പറിച്ചെടുക്കുകയാണ്. ഇപ്പൊ തമാലേന്റെ കയ്യിലുണ്ട് എന്താണെന്നറിയാം, പോപ്കോൺ ഉണ്ടാക്കിയതാണ്. ഞങ്ങളിവിടെ ഒരു മലാവി ഡയറിയിൽ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായി. പോപ്കോൺ ഉണ്ടാക്കണേ അതേ കഴിച്ചോണ്ടിരിക്കുകയാണ്, കഴിഞ്ഞില്ല. അപ്പൊ ഈ ചേച്ചീൻ്റെ ആണ് ഈ തോട്ടം മൊത്തം. ഇവര് ഇതിനെ ഈ ചെറി ടൊമാറ്റോനെ ഇവര് പറയുന്നത് പേറ്റേക്കേല. കണ്ടോ, ചെറിയ ടൊമാറ്റോ ഇതിന് ഇവര് പേറ്റേക്കേല അറിയും. നമ്മള് ചെറിയ ടൊമാറ്റോ അറിയും പേറ്റേക്കേല. ഇതിവര് സെല്ല് ചെയ്യില്ല കേട്ടോ, വീട്ടിക്ക് മാത്രമേ എടുക്കുള്ളൂ. നമ്മള് തക്കാളിയൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇനി ഇതൊക്കെയല്ല, നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനി ഐറിഷ് പൊട്ടറ്റോ കാണിച്ചു തരാം കേട്ടോ. ചെറി ടൊമാറ്റോ ഒക്കെ നിങ്ങൾ കണ്ടില്ല. ഇനി ഐറിഷ് പൊട്ടറ്റോ ഇവിടെ ഒരു ചാക്ക് മൊത്തം നിറച്ച് വെച്ചേക്കാണ് പറിച്ചത്. നമുക്ക് ഫ്രഷ് വേണേ പറിച്ചെടുക്കാം കേട്ടോ. അതിന്റെ ചോട്ടിന് പറിച്ചെടുക്കാം നമുക്ക്. അതെ, നമ്മുടെ സ്വന്തം സ്ഥലമാണ്. ഇത് കണ്ട എന്ത് ഭംഗിയാണ്. ഇവിടെ മൊത്തം ഐറിഷ് പൊട്ടറ്റോ ആണ്. സെക്ഷൻ വൈസ് ആയിട്ടാണ് ഇവർ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പൊ കണ്ടോ, അത് മൊത്തം ഐറിഷ് പൊട്ടറ്റോ ആണ്. അപ്പൊ സ്മോള് അതിന്റെ ഉള്ളിലുണ്ട്, കണ്ടോ. പൊട്ടറ്റോ ഹാർവെസ്റ്റ് ചെയ്യാം. അതെ, നല്ല ഇളക്കുള്ള മണ്ണ് വേണം. ഈ ചേട്ടത്തിന്റെ ഉള്ളിലുള്ള പൊട്ടറ്റോ ഒക്കെ നമുക്ക് പറിച്ചു തരാം കേട്ടോ. ഈ പറിച്ചെടുത്ത കുഞ്ഞു പൊട്ടറ്റോ ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് വേണ്ടിയിട്ട് പറിച്ചതാണല്ലോ. ഇത് അധികം വലിപ്പം വെച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇനി മതി പറിച്ചത്, ഈ ഇത്ര മതിയെന്ന്, പിന്നെ ബാക്കി നമുക്ക് ആ ചാക്കിന്ന് എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ എങ്ങനെ എടുക്കുന്നത് കണ്ടില്ലേ. അപ്പം നമ്മൾ ഒരുപാട് ചെടിയിൽ നിന്ന് എടുക്കുന്നില്ല. ഇവിടെ ഒരു ഓൾറെഡി പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന്ന് എടുക്കാം കേട്ടോ. വലുത് നോക്കി എടുക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ വലുത് നോക്കി എടുക്കുന്നത് കാരണം നമുക്ക് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതെ, ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളി സാധനം കേട്ടോ, ഫ്രഷ്. നമ്മുടെ എലൂബ ഇതൊന്ന് തെരഞ്ഞെടുത്ത് തരുന്നുണ്ട് കേട്ടോ, വലുത് നോക്കിയിട്ട്.
പിന്നെ ഞാൻ പറയാൻ മറന്നു, ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതുപോലത്തെ ഐറിഷ് പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് കഴിക്കാണ്ട് ചെയ്യുക. പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തോല് കളയും, അല്ലെങ്കിൽ തോല് കളഞ്ഞിട്ട് പുഴുങ്ങും. എന്തായാലും ഇവർ രാവിലെ ഇങ്ങനെ ഐറിഷ് പൊട്ടറ്റോ പുഴുങ്ങി കഴിക്കുകയാണ് ചെയ്യുക. നമ്മൾ ചേനയല്ലോ കാച്ചിൽ ഒക്കെ പുഴുങ്ങി കഴിക്കുമല്ലോ, അതേപോലെയാണ് ഇവിടെ ഐറിഷ് പൊട്ടറ്റോ. ഫ്രഞ്ച് ഫ്രൈസ് മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഇങ്ങനെ പുഴുങ്ങിയിട്ട് അവർ കഴിക്കും. ഇപ്പം നമ്മൾ തൂക്കിയെടുക്കാൻ കേട്ടോ, കാരണം ഇവരിത് സെല്ല് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ നമ്മൾ തൂക്കിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ 6 കിലോ പൊട്ടറ്റോ മേടിച്ചിട്ടോ, കാരണം നമുക്കും മജാവയ്ക്കും തമാലയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ 6 കിലോ പൊട്ടറ്റോ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ തൂക്കിയെടുത്തിട്ടുള്ള പൊട്ടറ്റോ നമ്മളവിടെ നിലത്ത് വെച്ചേക്കാണ്, ഒരു കവറിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഗിലേക്കൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പൊട്ടറ്റോ ഒക്കെ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ എത്ര രൂപയാണ് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല തക്കാളിയാണ്, ഉള്ളിലൊക്കെ ഒരു കുത്തുണ്ടല്ലേ, കുഴപ്പമില്ല. Mosi, how much? Businesswoman. Businesswoman. Mosi, how much? Or how? No, she don't sell for Mosi, but she's doing like this. It's 500. Okay. അപ്പോൾ ഇങ്ങനെ 4 എണ്ണത്തിന് 500 വെച്ചാട്ടോ പറഞ്ഞേ. കഴിഞ്ഞ മാസം വരെ ഒരെണ്ണത്തിന് 500 വെച്ചായിരുന്നു അല്ലേ? ഒരെണ്ണത്തിന് 500 വെച്ചായിരുന്നു. അപ്പോൾ ഇത് കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ നല്ല തക്കാളി നോക്കിയിട്ട് എടുക്കുകയാണ്, കാരണം അധികം ഇങ്ങനെ എന്താ പറയുക മരുന്നൊന്നും അടിക്കാത്തത് കൊണ്ട് ഇതിൽ കുറേ കേടുണ്ട്. അതായത് ഈ പ്രാണികൾ വന്ന് കുത്തിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ നമ്മൾ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കേടായി പോകും കേട്ടോ, ചീഞ്ഞ് അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ തക്കാളിയും നോക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല തക്കാളി നോക്കിയിട്ട് ഞാനൊരു 4 ഹിപ്പ് എടുത്തിട്ടുണ്ട്, അതായത് 2000 കോച്ചയ്ക്കുള്ളത്. ഇങ്ങനെ ഇവർ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പക്ഷെ പല ആൾക്കാർക്കും ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ ചെറിയ മടിയാണ്. പക്ഷേ നമ്മുടെ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക, ഇപ്പോൾ ഈ ഗ്രാമത്തിലെ ആൾക്കാർ കണ്ടില്ല, അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഐറിഷ് പൊട്ടറ്റോ ആയിട്ടും തക്കാളി ആയിട്ടും ഇലവർഗ്ഗങ്ങളായിട്ടും ഒക്കെ അവരുണ്ടാക്കുന്നത്. അപ്പം ഇവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു 2000 കോച്ചയ്ക്ക് തക്കാളി വാങ്ങാമെന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ നല്ല പച്ച തക്കാളിയൊക്കെ കിട്ടിയപ്പോൾ കുറച്ച് അധികം മേടിച്ചു കേട്ടോ. പച്ചയും അതുപോലെ ഒരു മഞ്ഞ കളറുള്ളതൊക്കെ ആയിട്ട് ഒരു 3500 കോച്ചയ്ക്കുള്ള തക്കാളി ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതാക്കും പോലെ പഴുത്തോളും. അപ്പോൾ ഇവിടുത്തെ കൃഷികളും ഇവരുടെ കൃഷി കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.